തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേയുടെ വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം വൈകുന്നതിൽ വ്യാപക വിമർശനം. റൺവേയുടെ വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്ന കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്ത്യശാസനം നൽകിയിട്ടും ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. വിമാന ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള റൺവേ വികസനത്തോടാണ് സർക്കാർ മുഖം തിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേയുടെ വികസനത്തിന് 2 വർഷത്തിനകം മാനദണ്ഡപ്രകാരമുള്ള ബേസിക് സ്ട്രിപ്പ് ഒരുക്കിയില്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നായിരുന്നു സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ സർക്കാരിന് നൽകിയ അന്ത്യശാസനം. എന്നാൽ എയർപോർട്ട് പൂട്ടിയാലും സ്ഥലം നൽകില്ലെന്ന നിലപാടിലാണ് സർക്കാർ. ബേസിക് സ്ട്രിപ്പിനായി റൺവേയുടെ ഇരുവശത്തും 150 മീറ്റർ വീതിയിൽ സ്ഥലം ഒഴിച്ചിടണമെന്നതാണ് ചട്ടം. വിമാന ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനാണ് ഈ മുൻകരുതൽ. റൺവേയുടെ പല ഭാഗത്തും 20 മീറ്റർ വരെ കുറവുണ്ട്. സുരക്ഷ ഒരുക്കാൻ 18 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുക്കണം. 2 ഏക്കർ ഒഴികെ ബാക്കിയെല്ലാം സർക്കാർ ഭൂമിയാണ്. ചാക്കയിലെ ബ്രഹ്മോസ് ഫയർഫോഴ്സ് സ്റ്റേഷൻ പ്രദേശത്തെ ശംഖുമുഖ റോഡിന്റെ ഭാഗമാണ് ഏറ്റെടുക്കേണ്ടത്. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് സർക്കാർ നിശ്ചയിക്കുന്ന വിലയും നഷ്ടപരിഹാരവും നൽകാമെന്ന് അദാനി അറിയിച്ചിരുന്നു. വിമാന ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള റൺവേ വികസനത്തോട് സർക്കാർ മുഖം തിരിക്കുന്നതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.